പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടോ ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഏപ്രിൽ മാസം 18-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വില കൊടുത്തവനെ ഉയർത്തുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ വചനം ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ഒരു വലിയ വില അവിടെ കൊടുക്കുകയാണ്. വില കൊടുക്കുന്നവനെ ഉയർത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഉയർച്ച പ്രാപിക്കുന്നതിൻ്റെ രഹസ്യം ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. വില കൊടുക്കുക എന്നുള്ളതാണ്. ഇതാ, പിതാവ് തൻ്റെ ഏകജാതനെ, മടിയിലിരുന്ന പുത്രനെ എനിക്ക് നിങ്ങൾക്കും വിലയായി തന്നു. ആ വിലയ്ക്കകത്ത് യേശു കർത്താവിനെ ഏറ്റവും അധികം ഉയർത്തിയെന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ കഴിയുന്നു. ഒന്നുകൂടെ നോക്കിയാൽ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് യേശു കർത്താവ് കൊടുത്ത വിലയെക്കുറിച്ച് നാം ഒന്ന് കേൾക്കുവാൻ പോവുകയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം മുതൽ. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. 6-ാമത്തെ വാക്യം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ. 7-ാമത്തെ വാക്യം. ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. 8-ാമത്തെ വാക്യം. തന്നെത്താനെ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താനെ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രിയരെ, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു വലിയ ആഴം കാണാൻ പറ്റും. ക്രിസ്തുയേശുവിൻ്റെ ഭാവം തന്നെ നമ്മിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യേശുവിനെ കുറിച്ചുള്ള ആഴം പറയാണ്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവസമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. എന്നെ കേൾക്കുന്നവരെ, ദൈവരൂപത്തിലിരുന്ന ദൈവസമത്വം മുറുകെ പിടിക്കാതെ അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദാസ്യരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഉയർച്ചയിലിരുന്നവൻ ഒരു വില കൊടുത്തുകൊണ്ട് മനുഷ്യ സാദൃശ്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ദിവസം ഞാനൊരു രഹസ്യം കൈമാറുകയാണ്. ദൈവരാജ്യത്തിൽ ദൈവത്തിന് വേണ്ടി ആരെങ്കിലും ഒന്ന് വില കൊടുക്കാൻ ഇറങ്ങിയാൽ, യേശുവിനെ ഉയർത്തിയ അതേ ദൈവശക്തി നിങ്ങളെ ഉയർത്തുവാൻ പോവുകയാണ്. നിങ്ങൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ഒറ്റ രഹസ്യം നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുക.
നിങ്ങളുടെ ജീവിതത്തിനകത്ത് വില കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ വിലമതിക്കാനാകാത്തത് എന്തോ ഒന്ന് ദൈവം പകരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ ഈ ദിവസം സമർപ്പിക്കുവാൻ തയ്യാറാകണം. ഇതൊരു രഹസ്യമാണ്. യേശു കർത്താവ് ദൈവരൂപത്തിലിരിക്കുമ്പോൾ ദൈവസമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപത്തിലേക്ക് വന്നു മനുഷ്യ സാദൃശ്യത്തിലായി എന്നാണ് കാണുന്നത്. 8ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമേ. തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശുവിൻ്റെ ക്രൂശീകരണം ഒന്ന് നോക്കേ. തന്നെത്താൻ ഒഴിച്ച് തന്നെത്താനെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം പിതാവിൻ്റെ മുമ്പിൽ അനുസരണമുള്ളവനായി തീർന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ പ്രഭാതത്തിൽ ഒന്ന് സമർപ്പിക്കാൻ പ്രിയരെ. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തക്ക പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ്. അങ്ങനെയുണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഓടിയതും യേശുവിന് വേണ്ടി അധ്വാനിച്ചതും ഉറക്കമൊഴിഞ്ഞതിനുമൊക്കെ നീ കൊടുക്കുന്ന വിലയ്ക്ക് തക്കവണ്ണം ദൈവം നിന്നെ ഉയർത്തുവാൻ പോവുകയാണ്. ഈ ദിവസം വലിയൊരു ഉയർച്ചയുടെ രഹസ്യം ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. വില കൊടുക്കുകയാണ്. കാൽവരി ക്രൂശിൽ എൻ്റെയും നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി വലിയവനായ യേശു കർത്താവ് ഇതാ ഭൂമിയിൽ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ക്രൂശിലെ മരണത്തോളം തന്നെത്താനെ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ 9ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വില കൊടുക്കുന്നവനെ ഏറ്റവും ഉയർത്തുന്ന ഒരു ദൈവം. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് വില കൊടുക്കാൻ തീരുമാനിച്ചാൽ ദൈവം നിങ്ങളെ കണ്ടു എന്നുള്ള ആഴം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെയോ വലിയ ചലനമുണ്ടാകാൻ പോവുകയാണ്. അവനെ ഏറ്റവും ഉയർത്തിയെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. യേശു വില കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് കാൽവരി ക്രൂശിൽ ഒരാളും കൊടുക്കാത്ത വില എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നൽകി. യേശുവിനെ ഏറ്റവും ഉയർത്തി. ഇതാ 10ാമത്തെ വാക്യം കൂടെ നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. അങ്ങനെ യേശുവിൻ്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. 11ാമത്തെ വാക്യം. എല്ലാ നാവും യേശു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ 2 വാക്യം നമുക്ക് വേണ്ടിയാണ്. എല്ലാ നാമത്തിനും മുകളിലുള്ള നാമമാക്കി യേശുവിൻ്റെ നാമം തീർത്തു. എല്ലാ മുഴങ്കാലും മുട്ടുമടങ്ങും. എല്ലാ നാവും ഒരുമിച്ച് പിതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറയേണ്ടി വരും, യേശു തന്നെ കർത്താവ് എന്ന. കാരണം എന്താണെന്നറിയാമോ? ദൈവരൂപത്തിലിരുന്നവൻ ഇതാ ദാസരൂപമെടുക്കുവാൻ വില കൊടുത്തു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഒരാഴം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിന് മുമ്പാകെ വില കൊടുത്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുന്നവരെ ഉയർത്തുന്ന ഒരു ദൈവം. എന്നെ കേൾക്കുന്നവരെ, നമുക്കൊന്ന് സമർപ്പിക്കാം. യേശുവിനെ ഏറ്റവും ഉയർത്തിയ അതേ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ പോവുകയാണ്. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വില കൊടുത്തു പ്രാർത്ഥിക്കുന്ന, വില കൊടുത്തു ഉപവസിക്കുന്ന, വില കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും മാനിക്കപ്പെടുമെന്നും ഉയർത്തപ്പെടുമെന്നും ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കേൾക്കുകയാണ്. കർത്താവെ, ഇവരെ മാനിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, വലിയൊരു അത്ഭുതം ഇത് ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ലോകമെന്നും ഗുഡ് ഫ്രൈഡേ ആയി ഈ ദിവസം കാണപ്പെടുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വില കൊടുത്തവനെ മാനിക്കുന്ന ദൈവം. എങ്കിൽ ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.